ഇന്നേ എൻ്റെ ഐഫോൺ ഇങ്ങോട്ട് ദാഹിച്ച് അവശനായി നിൽക്കുക കേട്ടോ. ചാർജർ ഇതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് എവിടെയില്ല, ചാർജറാണെങ്കിൽ എവിടെയില്ല. ഞാൻ ആകെ അന്താളിച്ചത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾക്ക് ഗൂഗിൾ പേയിലൊക്കെ കയറാനുള്ളതല്ലേ, ഒരുപാട് സംഭവങ്ങൾക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ഇതിലുള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ ഐഫോൺ ഇങ്ങനെ വല്ലതും തരണേ കുടിക്കാൻ എന്ന് പറഞ്ഞപ്പം ഒരാൾ സഹായത്തിനെത്തി കേട്ടോ. എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇണചേർന്ന് നിൽക്കുന്ന സാംസങ് നോട്ട് 20 അൾട്ര. നോക്കുമ്പോൾ ഇതിൽ ഒരു റിവേഴ്സ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് തന്നെ ഐഫോണിൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് വന്നത്. സാംസങ്ങിൽ അതൊന്നോ വന്നിട്ടുണ്ട്. ഇപ്പം മൂപ്പർ എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടോ എന്നുള്ള നല്ല മനസ്സുകൊണ്ട് ഒരു റിവേഴ്സ് ചാർജിങ് ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റിവേഴ്സ് ചാർജിങ് വെച്ചിട്ട് അപ്പം തീരുമാനിച്ചു എന്നാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഈ വിശന്നിരിക്കുന്ന ഐഫോൺ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പവർ ഷെയറിങ് വഴി അങ്ങനെ അമർത്തി ഇതങ്ങനെ വെച്ച് ഈ ഫോൺ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ കണ്ട ദീർഘശ്വാസം വിട്ടൊന്ന് ഐഫോണ് കണ്ടോ. എന്നാലും നമ്മൾ പറയും ഐഫോണാ നല്ലത്. ഞാനടക്കം പലപ്പോഴൊക്കെ ഞാൻ ഈ രാത്രിയൊക്കെ ചില സ്ഥലത്തൊക്കെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐഫോണോട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ബാറ്ററി തീരുമ്പോൾ സാംസങ് ഉപയോഗിക്കും. എന്തൊരു ക്ലിയറാണ്. എന്നാലും ഈ സാധനം തന്നെ വെക്കണം. ഈ ആപ്പിൻ്റെ ലോഗോ, ആപ്പിൻ്റെ ഐക്കൺ ഇതൊക്കെ കാണിക്കുന്നത് ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ ഈ സാംസങ് തന്നെ ഞാനിപ്പോൾ കുറേ കാലങ്ങളൊക്കെ സാംസങ്ങിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇതിലെന്താണെന്നറിയോ, ഈ നോട്ട് 20 അൾട്രയിലൊക്കെ വോയിസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മൈക്കൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് മൂപ്പരെന്നെ ഇങ്ങോട്ട് സൂം ചെയ്ത് നമ്മളെടുത്തേക്ക് കൊണ്ടുത്തരും. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളറിയാം. എന്നാലും നമ്മൾ പറയൂ എനിക്ക് ഐഫോൺ മതി മോനെ, ഫോൺ മതി എന്ന്. ടെക്നോളജീൻ്റെ കാര്യത്തിൽ ഐഫോൺ നമ്മളെ വല്ലാണ്ട് പറ്റിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ട് ഞാൻ ഐഫോൺ വാങ്ങാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഐഫോണിനോട് പിണക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എപ്പോഴും എൻ്റെ കയ്യിലൊരു ഐഫോണും ഒരു സാംസങ്ങും രണ്ടും എപ്പോഴും ഉള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് സാംസങ് കൊണ്ടുള്ള ഉപകാരം 80 ഉണ്ടെങ്കിൽ ഐഫോൺ കൊണ്ടുള്ള ഉപകാരം വെറും 20 ഉള്ളൂ. എന്താ ചെയ്യുക. പക്ഷേ ഈ ഐവാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐഫോൺ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എയർപോഡ് ഇതും മൊത്തമല്ല സംഭവം. ഇതെനിക്ക് ബാക്കി കമ്പനീൻ്റെ ഒന്നുമില്ല, വേറെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണെന്നും അറിയില്ല. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സാംസങ്ങിൻ്റെ കൂടെ, അത് വേറെ കാര്യം. കാരണം നമുക്ക് ഈ ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവുകയെ, ഇതൊന്നും ഐഫോണിൽ പറ്റൂലേ. എന്താ ചെയ്യുക, ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനുണ്ടാവും. ലക്ഷക്കണക്കിന് വിലയുള്ള പുസ്തകങ്ങളാണ്. അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാക്കാനും പറ്റുന്നത്. എന്നാലും നമ്മളൊന്നിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ എന്താണോ റിയൽ, എന്താണോ യൂസ്ഫുൾ എന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി ഏതായാലും ഞാൻ ഐഫോൺ പുതിയതൊന്നും ഞാനിപ്പോൾ അടുത്തൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എനിക്കൊരു ഉദ്ദേശവുമില്ല. പക്ഷേ സാംസങ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ.